ഒന്നുമില്ല, ഗുഡ് ഫോർ നത്തിങ്, ഒന്നുമില്ല എന്ന് വെച്ചാൽ ഓർത്തിരിക്കാൻ ഒരു സീൻ പോലും ഇല്ലാത്ത ഒരു പടം എന്ന് പറയാം. ഖാലിദ് റഹ്മാന്റെ പേര് കണ്ടിട്ടാണ് പടത്തിന് കയറിയത്, പക്ഷെ ഒരു ഭാഗ്യം കൊള്ളൂല. രാമായിരുന്നു ഒരു രക്ഷയില്ല. പിന്നെ നമ്മളെ പയ്യന്മാരെ വരും തലമുറ ബോക്സിംഗ് ആവായിരുന്നാ കൊള്ളാം. ഓഡിയൻസ് ഇത് ആക്ച്വലി എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷേ ഞാൻ അത്ര നല്ല മൈൻഡിലായിരുന്നില്ല വന്നത്, അത് പേഴ്സണൽ ഇഷ്യൂ. കഥയ്ക്ക് പ്രാധാന്യം അത് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല, ബോറടിച്ചൊന്നുമില്ല. നല്ല രീതിയുണ്ട്. പോരാ ബ്രോ, വീക്കസ്റ്റ് വർക്ക് ഓഫ് ഖാലിദ് റഹ്മാൻ. ഇല്ല, ഒന്നുമില്ല, ഗുഡ് ഫോർ നത്തിങ്, ഒന്നുമില്ല എന്ന് വെച്ചാൽ ഓർത്തിരിക്കാൻ ഒരു സീൻ പോലും ഇല്ലാത്ത ഒരു പടം എന്ന് പറയാം. ഖാലിദ് റഹ്മാന്റെ പേര് കണ്ടിട്ടാണ് പടത്തിന് കയറിയത്, പക്ഷെ ഒരു ഭാഗ്യം കൊള്ളൂല. നസ്ലിൻ കൊള്ളാം, പക്ഷേ എന്താണ് ഒന്നും ഓഫർ ചെയ്യാനില്ലാത്ത പടമായിപ്പോയി. ഒന്നും ഓഫർ ചെയ്യാനില്ല, ഇഷ്ടപ്പെട്ടില്ല. എന്തായിരുന്നു ആളെ എല്ലാ രീതിയിലുള്ള പടങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കംപ്ലീറ്റ് ബോക്സിംഗ് കോമഡി പടം എന്തായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ളും കോമഡിയും ഫണ്ടായിരുന്നു, സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ബോക്സിംഗ് ആണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു അനദർ ഖാലിദ് റഹ്മാൻ വിക്ടറി. നസ്ലിൻ ആക്ച്വലി ഒരു സൈഡ് ക്യാരക്ടറും ലീഡ് ക്യാരക്ടറും അതിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെയാണ് ചെയ്യുന്നത്. ആൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ തന്നെയാണ്. ഓഡിയൻസ് ഇത് ആക്ച്വലി എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. പക്ഷേ ഇത് കാണേണ്ട ആൾക്കാർക്കൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചു വന്ന അത്ര എനിക്ക് നന്നായിട്ട് തോന്നിയില്ല, എന്നാലും കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഇടിപ്പടമൊന്നുമല്ല, സ്പോർട്സ് കോമഡി ആണല്ലോ ജോണറ. ആ ഒരു രീതിയിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഹാപ്പി മൂഡിലാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുമായിരിക്കാം. ഞാൻ അത്ര നല്ല മൈൻഡിലായിരുന്നില്ല വന്നത്, അത് പേഴ്സണൽ ഇഷ്യൂ. അപ്പോൾ അത് വന്നിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സായി എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ കോമഡി ഒന്നും എനിക്ക് വലിയ അത്ര നന്നായിട്ട് തോന്നിയില്ല. എന്നാലും സെക്കൻഡ് ഹാഫ് തമ്മിൽ ഭേദമുണ്ട്, കണ്ടോണ്ടിരിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം പടം കഴിഞ്ഞപ്പോൾ കൈയടിയായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ മെജോറിറ്റിക്ക് വർക്കായി കാണും. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞത്. ജിംഖാന നല്ലതായിരുന്നു, കോമഡി ആയിരുന്നു. നല്ല നസ്ലിൻ നല്ലതായിരുന്നു. ലൈക്ക് കോമഡി അത്രയേ ഉള്ളൂ, ലൈക്ക് കണക്റ്റ് ആവുന്നതാണ്. പിന്നെ എന്താ ബോക്സിങ് എനിക്ക് ഭയങ്കരമായിട്ട് അതിനോട് ഇപ്പോൾ ഒരു താല്പര്യമൊക്കെ തോന്നി തുടങ്ങി കണ്ടപ്പോൾ. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി, കൊള്ളാം. ക്ലൈമാക്സ് ഒക്കെ സൂപ്പറാണ്, ഐഡി പടമാണ് ഫുള്ള്. സിനിമ കൊള്ളാം, കൊള്ളാം, സൂപ്പർ പടം. പൊളിയായിരുന്നു. ഖാലിദ് റഹ്മാൻ സംഭവം കിടിലായിരുന്നു. കൊള്ളായിരുന്നു. പൊളി കൊള്ളാം, അടിപൊളി. മൂവി കുറച്ച് ഇതാണ്, കുറച്ചും കൂടെ വേണമെന്ന് തോന്നി. മൂവി ഫൈറ്റേ കൊള്ളാം, നല്ല സിനിമയായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. സൂപ്പറായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. കിടില സിനിമയാണ്, ക്ലൈമാക്സ് എല്ലാം പൊളിയാണ്. ലാസ്റ്റാണ്, എല്ലാവരും കാണണം. അപ്പം ശരി. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. പടം അടിപൊളിയാണ്. ഞാൻ അതിനകത്ത് റെസ്ലിങ്ങിൻ്റെ ചെയ്തത് ഞാനായിരുന്നു. എല്ലാവരും കാണണം, മസ്റ്റ് വാച്ചാണ്. കൊള്ളായിരുന്നു. ഇടിപ്പടമൊന്നുമല്ല, ഒരു മോട്ടിവേഷൻ, സ്പോർട്സിലുള്ളവർക്കൊരു മോട്ടിവേഷൻ പോലെ. സൂപ്പർ, നന്നായിട്ടുണ്ട്, എല്ലാവരും കാണണം. കണക്റ്റ് ആവും. അപ്പം നമ്മളെപ്പോലെ ടീനേജേഴ്സിനൊക്കെ ഒക്കെയാണ്. ബോക്സിങ്ങിനെ പറ്റിയിട്ട് ഫുള്ള് ബോക്സിംഗ് ആണ് പടം. കൊള്ളാം, നല്ല പടം, സൂപ്പർ. ശരിക്കും പടം തുടങ്ങി ഫുള്ളും ബോക്സിംഗ് വെച്ചാൽ ഓക്കെയാണ്, ശരിയാണ്. നൈസ് പടം, നല്ല കളറായിരുന്നു, വളരെ നൈസായിരുന്നു. ഒട്ടും ലാഗില്ല, ടോട്ടലി വർത്തിട്ടായിരുന്നു. ഇടിപ്പടം എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് ഇടിപ്പടം എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് ആണ്, എന്നാൽ ഒട്ടും ബോറില്ല, ലാഗില്ല, നൈസ് പടം. കുഴപ്പമില്ല, ഇത്രയേ ഉള്ളൂ. ഫണ്ണാണ്. ഇടിപ്പടം ഒരു കമ്മിങ് ഓഫ് ഏജ് ആക്ഷൻ ടീനേജ് ഫൺ. തല്ലുമാല അത്രയും വന്നില്ലെങ്കിലും പടം കൊള്ളാം. ഫൈറ്റ് കൊറിയോഗ്രാഫി ഒക്കെ നൈസാണ്. നല്ല മൂവി. കഥയ്ക്ക് പ്രാധാന്യം അത് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നില്ല, ബോറടിച്ചൊന്നുമില്ല, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ. എല്ലാവരും കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറ്റം പറയാനായിട്ടൊന്നും. സൂപ്പർ, അടിപൊളി വന്ന് കാണണം, അപ്പോഴേ അത് മനസ്സിലാവും. കൊള്ളാം, നല്ല അത്യാവശ്യം മൊത്തത്തിൽ കൊള്ളാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. കുറേ നാൾക്ക് ശേഷം എന്താ പറയുക, സിനിമയ്ക്കകത്ത് കയറി ഞാൻ എൻജോയ് ചെയ്തു. അതായത് ഇപ്പോൾ സ്പോർട്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അതിന് സിനിമയ്ക്കകത്ത് കയറി കണ്ടൊരു പടം. അതുപോലെ വിഷ്ണു വിജയ് സീനാണ്, പുള്ളിയുടെ മ്യൂസിക് ഒരു രക്ഷയല്ല, കിടിലം. അതുപോലെ ഖാലിദ് റഹ്മാനും എഡിറ്റിങ്ങും പൊളി, കിടിലം പടം. ഇടിപ്പടം എന്താ പറയുക, അങ്ങനത്തെ ഇടിയല്ല, ബോക്സിംഗ് ആണ് സാധനം, സീനാണ്, പക്ക എൻജോയ് ആണ്, കിടിലം. കുറച്ച് സർപ്രൈസൊക്കെ ഉണ്ട്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. കിടിലം പടം. അല്ല, ബോക്സിംഗ് എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷേ ബോക്സിംഗ് പടം മാത്രമല്ല. ഞാൻ ഫസ്റ്റ് കണ്ട, ഞാൻ കേട്ടില്ല നെഗറ്റീവ് ഒന്നും, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമായിരുന്നു, കോമഡി ആയിരുന്നു. ഇടക്കാലത്ത് ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ടില്ല. നസ്ലിൻ അടിപൊളി, നസ്ലിൻ ലോക്മാൻ എല്ലാവരും അടിപൊളിയായിരുന്നു. അടിപൊളി, ഫസ്റ്റ് മുതൽ കണ്ട് രസിച്ച് ആടിച്ച് പൊളിച്ചിട്ടായിരുന്നു ആ പടം കണ്ടത്. അവന്മാരൊന്നും ഒരു രക്ഷയില്ല. പിന്നെ നമ്മളെ പയ്യന്മാരെ വരും തലമുറ ബോക്സിംഗ് ആവായിരുന്നാ കൊള്ളാം, സൂപ്പറാകണം. മച്ചാ, കണ്ടിരിക്കണം. നല്ല പടമാണ്, കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻ്റർടൈനാണ്. നസ്ലിൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കൊള്ളാം. സിനിമ നന്നായിരുന്നു. ഖാലിദ് റഹ്മാൻ എപ്പോഴത്തെയും പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മികവ് കാണിച്ചിട്ടുണ്ട്. നെസ്ലിനെ നമുക്ക് പിന്നെ TV കണ്ടാൽ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നെസ്ലിന് ഇതിലും നമുക്ക് നല്ലൊരു ഇത് തരുന്നുണ്ട്. ഖാലിദ് റഹ്മാൻ പിന്നെ ഒരു രക്ഷയില്ലാത്ത ഛായാഗ്രഹണം ചെയ്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട് പടം. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിരുന്നു.
നസ്ലിൻ പൊളിച്ചു. എല്ലാവരും സൂപ്പറായിരുന്നു. അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ഗണപതി നസ്ലിൻ സൂപ്പർ രക്ഷയില്ല. കിടിലൻ സിനിമയാണ്, കിടിലം. ലാസ്റ്റൊക്കെ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. കിടിലൻ സാധനം. കൊള്ളാം. ബ്രോ നല്ല സിനിമയാണ് ബ്രോ, അടിപൊളിയാണ്, മസ്റ്റായിട്ട് കാണണം. വൺ ടൈം വാച്ചബിൾ എന്ന് പറയാൻ പറ്റില്ല, കൊള്ളാം. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ്, ബോറില്ല സിനിമ പോകുന്നു. സൂപ്പർ. എല്ലാം ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമ.